നമസ്കാരം. മൂന്നാറിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനാണ് എ.കെ. മണി. ദേവികുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മണിയുടെ വാക്കായിരുന്നു അവസാനത്തെ വാക്ക്. ദശാബ്ദങ്ങളായി മൂന്നാറിലെ കോൺഗ്രസിൽ തുടരുന്ന ഒരു കീഴ്വഴക്കമാണ്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മണിക്ക് സീറ്റില്ല. അദ്ദേഹം തൻ്റെ മകനായി സീറ്റ് ചോദിച്ചു എന്നും മറ്റുമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും മകനും സീറ്റ് കിട്ടിയിട്ടില്ല. ഇത്തവണ മണ്ഡലത്തിൽ അത്ര വലിയ സുപരിചിതനല്ലാത്ത എഫ് രാജയ്ക്കാണ് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രചാരണ രംഗത്ത് സജീവമായുണ്ട്. അദ്ദേഹത്തിനൊപ്പം തന്നെ മുൻ CPM അംഗവും ഇപ്പോൾ BJPയിൽ ചേർന്നിട്ടുള്ള S. രാജേന്ദ്രനാണ് എഫ് രാജയുടെ ഒരു എതിരാളി. മറ്റൊരു എതിരാളി നിലവിലെ MLA അഡ്വക്കേറ്റ് A. രാജയാണ്. എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ രംഗത്തുണ്ട്. ഇതിനിടെയാണ് മൂന്നാറിലെ കോൺഗ്രസിൽ മണിയുടെ അപ്രമാദിത്വം അവസാനിച്ചോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാളിച്ചകൾ, അതായത് മണി ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവർ ഇത് പരസ്യമായി പറയാൻ തയ്യാറല്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. അതുകൊണ്ട് അവർ ഇക്കാര്യം പരസ്യമായി പറയാൻ തയ്യാറല്ല. രഹസ്യമായി അവർ സമ്മതിക്കുന്നുമുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ആർക്കൊപ്പമാകും എന്ന് കണ്ടറിയണം. മൂന്ന് സ്ഥാനാർത്ഥികളും കട്ടയ്ക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു പണത്തൂക്ക് മുന്നിൽ ആര് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയുക അസാധ്യമാകും. CPM വിട്ട് BJPയിൽ ചേക്കേറിയ രാജേന്ദ്രൻ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിപ്രഭാവമുള്ള ആളാണ്. രണ്ടാം വട്ടം തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന അഡ്വക്കേറ്റ് A. രാജയാണെങ്കിലും മണ്ഡലത്തിൽ ഏറെക്കുറെ സുപരിചിതനാണ്. ഇവരെ വെച്ച് നോക്കുമ്പോൾ മണ്ഡലത്തിൽ കാര്യമായ പരിചയമില്ലാത്ത വ്യക്തിത്വമാണ് എഫ് രാജയുടേത്. അതുകൊണ്ട് തന്നെ കന്നിയംഗം അദ്ദേഹത്തിന് ബാലികേറ മലയാകും എന്ന കാര്യം സംശയമില്ല. കോൺഗ്രസിന്റെ വിജയസാധ്യത അല്ലെങ്കിൽ UDFന്റെ വിജയസാധ്യത സ്ഥാനാർത്ഥി നിർണയത്തോടെ പാളി എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. മണ്ഡലത്തിൽ ഏറെക്കുറെ സുപരിചിതനായ R. രാജാറാമിന് സീറ്റ് നൽകിയിരുന്നെങ്കിൽ പുഷ്പം പോലെ ജയിക്കുമായിരുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെയും പ്രവർത്തകരുടെയും വിലയിരുത്തൽ. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൃഷ്ണമൂർത്തി, INUC നേതാവ് മുത്തുരാജ് എന്നിവരെയെല്ലാം തഴഞ്ഞാണ് എഫ് രാജയ്ക്ക് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ രാജാറാമിന്റെ കാര്യം അല്പം ദയനീയം എന്ന് തന്നെ പറയാം. കാരണം 2016 അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നൽകിയിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഇതിനിടയിലാണ് മുൻ കോൺഗ്രസ് MLA ഇടപെട്ട് താൻ പാർട്ടിയുമായിട്ട് സഹകരിക്കില്ല, പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുമെന്ന് പോലും ഭീഷണിപ്പെടുത്തി അന്ന് രാജാറാമിനെ മത്സരത്തിൽ നിന്ന് പിൻവലിപ്പിക്കാൻ ശ്രമം നടത്തി. ഈ രാജാറാം മത്സരരംഗത്തുണ്ടായാൽ തങ്ങൾക്ക് ദോഷമാകും എന്ന് മനസ്സിലാക്കിയ നേതാക്കളിൽ ഒരു വിഭാഗം ഇടപെട്ട് അന്ന് രാജാറാമിനെ പിൻവലിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും അദ്ദേഹം പിന്മാറി. എന്നിട്ടും പാർട്ടിയുടെ നന്മയ്ക്കായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം സജീവമായി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് നൽകും എന്നുള്ള വലിയ പ്രചാരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. രാജാറാമിനെ പോലെ വ്യക്തിബന്ധം മണ്ഡലത്തിലുള്ള ഒരു നേതാവ് ഇപ്പോൾ ഈ പ്രദേശത്തില്ല എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഒരു തോട്ടം തൊഴിലാളിയാണ്. ആ തോട്ടം തൊഴിലാളിയായി നിലനിൽക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വലിയ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന് മണ്ഡലത്തിലുണ്ട്. ഏത് ഭാഗത്തായാലും അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ധാരാളമുണ്ട്. തൊഴിലാളികൾക്കിടയിൽ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ വോട്ടർമാർക്കിടയിൽ വലിയ വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവാണ് രാജാറാം. മൂന്നാറിനെ സംബന്ധിച്ച്, ദേവികുളത്തെ സംബന്ധിച്ച് തോട്ടം തൊഴിലാളികളാണ് വിജയം നിർണ്ണയിക്കുക. തോട്ടം തൊഴിലാളി മേഖലയിൽ നിന്നുള്ള ഒരു നേതാവ് കൂടിയാവുമ്പോൾ വിജയം സുനിശ്ചിതം എന്ന് പറയേണ്ട കാര്യമില്ല. എന്നാൽ എഫ് രാജയെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട വ്യക്തിത്വമാണ്. പിൻതലമുറയിൽ അല്ലെങ്കിൽ പിന്മുറക്കാർ നേതാക്കളായിരുന്നു അല്ലെങ്കിൽ MLA ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇദ്ദേഹം ഈ പൊതുരംഗത്ത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ രംഗത്ത് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ വിജയസാധ്യത എത്രത്തോളമാകും എന്ന് നമുക്ക് കണ്ടറിയാം. S. രാജേന്ദ്രനെ സംബന്ധിച്ച് 40 വർഷത്തിലേറെയുള്ള പൊതുപ്രവർത്തന പരിചയവുമായിട്ടാണ് അദ്ദേഹം മത്സരരംഗത്തുള്ളത്. A. രാജയാകട്ടെ ഇപ്പോൾ രണ്ടാം വട്ടമാണ് MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. A. രാജയ്ക്കും മണ്ഡലത്തിൽ വ്യക്തിപരമായി ബന്ധങ്ങളുണ്ട്, സ്വാധീന മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും വിജയം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ നിലയ്ക്ക് മൂന്ന് മുന്നണികളും ശക്തമായ പ്രചാരണങ്ങളുമായിട്ടാണ് ഈ ദേവികുളം മണ്ഡലത്തിൽ മുന്നേറുന്നത്. പാർട്ടി കൺവെൻഷനുകളും
പൊതുയോഗങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ എല്ലാ മേഖലകളിലേക്കും എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ സ്ക്വാഡ് വർക്കും മറ്റും നടത്തി വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ മണിയുടെ അപ്രമാദിത്വം സംബന്ധിച്ച ഒരു ചർച്ച സജീവമായിട്ടുള്ളത്. മൂന്നാറിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവസാന വാക്ക് AK മണിയുടേതായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രീയ വൃന്ദങ്ങളിൽ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായിരുന്നു AK മണി. തുടർച്ചയായി 3 തവണ അദ്ദേഹം നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുകയും തോൽക്കുകയും ചെയ്തു. വീണ്ടും മണി സീറ്റിനായി രംഗത്തിറങ്ങിയെങ്കിലും നേതൃത്വം ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും മണിയുടെ അപ്രമാദിത്വം മൂന്നാറിൽ ഒരു വലിയ ചർച്ച തന്നെയായിരുന്നു. മണിയെ കഴിഞ്ഞ് കോൺഗ്രസിലെ ആരും വളരാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു വലിയ പ്രചാരണം വളരെ കാലമായി മൂന്നാറിലുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ മണിയുടെ നിലപാട് ഇനിയും പുറത്തു വന്നിട്ടില്ല. ദേവികുളത്ത് ഇത്തവണ തീ പാർന്ന മത്സരമാണ് നടക്കുന്നത്. വിജയം ആര് സ്വന്തമാക്കുമെന്ന് കണ്ടറിയണം.